24 ബിഗ് ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന CPI ആവശ്യത്തിൽ CPIM ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. CPIയുടെ ആവശ്യം കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാട്. പ്രശ്നത്തിൽ ഇടപെടണമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ ആവശ്യപ്പെട്ടപ്പോഴാണ് MA ബേബിയുടെ പ്രതികരണം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, അപ്പോൾ എന്തായാലും കേന്ദ്ര നേതൃത്വം കൈമലർത്തുന്നു, സംസ്ഥാന നേതൃത്വം ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. CPIക്ക് ആ വിഷയത്തിൽ നിരാശപ്പെടാനാണ് വിധി എന്ന് തോന്നുന്നു. ശ്രീജിത്ത്. ഹാഷ്മി, CPIക്ക് നിരാശപ്പെടാനുള്ള എല്ലാ സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. CPIയുടെ ആവശ്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടിച്ചുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ CPIഎമ്മിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവസാനമുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജയെ കൊണ്ട് CPM ദേശീയ നേതൃത്വമായി ഒരു ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി 2 തവണയാണ് CPI ജനറൽ സെക്രട്ടറി D രാജ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി സംസാരിച്ചത്. ഒരു തവണ നേരിട്ടും 2ാം തവണ ഫോണിലും സംസാരിച്ചു. 2 തവണയും ബേബി CPIയുടെ ആവശ്യത്തിനോടുള്ള പ്രതികരണത്തിൽ കൈയൊഴിയുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവും മറ്റും കേരളത്തിൽ തീരുമാനിക്കേണ്ടതാണ്. കേരളത്തിലെ പാർട്ടി തീരുമാനിച്ചുകൊള്ളട്ടെ, കേരളത്തെ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊള്ളട്ടെ, കേന്ദ്രത്തിൽ നിന്ന് ആ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു MA ബേബിയുടെ ആദ്യ പ്രതികരണം. പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ഇതേ പ്രതികരണമാണ് ബേബി ആവർത്തിച്ചത്. അതോടുകൂടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ വഴി പ്രശ്നം പരിഹരിക്കാമെന്നുള്ള CPIയുടെ പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ CPIഎമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന CPIയുടെ ആവശ്യം സാധിച്ചെടുക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് CPIക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ CPM നൽകുന്നത്? ശ്രീജിത്ത്, നോക്കൂ, സമാനതകളില്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ടിരിക്കുന്നു. 35 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. വലിയ സമരങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട സമയമാണ്. അതിനാദ്യം വേണ്ടത് LDF കെട്ടുറപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നേതൃസ്ഥാനത്തിൽ ആ ഒരു പിടിവാശി നിൽക്കുന്നത് CPM? ശ്രീജിത്ത്. ഹാഷ്മി, 35 MLAമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരള നിയമസഭയിലുള്ളത്. ഇതിൽ 26 MLAമാർ CPIഎമ്മിനാണ്, 8 MLAമാരാണ് CPIക്കുള്ളത്, 1 MLA RJDക്കുമുണ്ട്. അപ്പോൾ നിലവിലുള്ള നിയമസഭാ കക്ഷിയുടെ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും CPIഎമ്മിൻ്റെ മേധാവിത്വം ഉള്ളപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്നൊരു സമീപനമാണ് CPIഎം പൊതുവിൽ സ്വീകരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് കീഴ്വഴക്കം CPIഎം ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നേരത്തെ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന 2011-16 കാലത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതൃസ്ഥാനം വഹിച്ചിരുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കീഴ്വഴക്കവും മുന്നണിയുടെ അംഗബലവും നോക്കുമ്പോൾ CPIഎമ്മിന് തന്നെയാണ് ആ പദവിക്ക് അവകാശം എന്നാണ് പറയുന്നത്. എന്നാൽ CPI ആകട്ടെ ഈ കീഴ്വഴക്കം എന്നത് CPIഎം സൃഷ്ടിച്ച ഒരു കീഴ്വഴക്കമാണ്. അത് ഭരണഘടനാദത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നണിയുടെ പൊതു നിയമാവലിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന ഒരു പരിഹാസമാണ് ഇതിന് മറുപടിയായി CPIയിൽ നിന്നുണ്ടാകുന്നത്. കീഴ്വഴക്കങ്ങൾ നോക്കി ആ പ്രശ്നം അങ്ങനെ പുകയ്ക്കലാണോ വേണ്ടത്, പ്രശ്നം പരിഹരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങലാണോ വേണ്ടത്, തിരിച്ചു വരാൻ നല്ലതെന്ന് ആലോചിക്കേണ്ടത് LDF നേതൃത്വമാണ് ആലോചിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.